എവിടെ പോണ്ടേ? ചേരാനല്ലൂര്. ചേരാനല്ലൂര്. കാണുമ്പോ ഭയങ്കര കൊച്ചുകുട്ടിയായിട്ട് തോന്നല്ലോ. ശരിക്കും ഓട്ടോ ഓടിക്കൽ തന്നെയാണോ? പഠിക്കുന്നുണ്ടോ? ഞാൻ പഠിക്കുന്നുണ്ട്, അതോടൊപ്പം ഓട്ടോ ഓടിക്കുന്നുണ്ട്. ഓ അത് ശരി. എത്രയില് പഠിക്കുന്നേ? ഞാനിപ്പോ +2. +2 ഏത് സ്കൂളാ? ഞാനിപ്പോ പത്തരിപ്പാലം NIS ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കണേ. എല്ലാവർക്കും ഡൗട്ടാണ്, ഏജ് ആയോ, ലൈസൻസ് എടുത്തോ എന്നൊരു ഡൗട്ടാണ് എല്ലാവർക്കും. ഇപ്പൊ വണ്ടി കയറിയാൽ തന്നെ ആൾക്കാർ ആദ്യം ചോദിക്കും ലൈസൻസ് ഉണ്ടാന്ന് ചോദിക്കും, എന്നിട്ട് വണ്ടിയിൽ തന്നെ കയറാറുള്ളൂ. എന്തുകൊണ്ടാണ് ഈ പഠിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഓട്ടോ ഓടിക്കണം എന്നിങ്ങനെ തോന്നാൻ കാര്യം എന്താ? പപ്പക്ക് ആക്സിഡന്റ് ആയി, മമ്മിക്ക് നിമോണ വില വന്നായിരുന്നു. ഒരു 2 മാസത്തോളം പപ്പക്ക് റെസ്റ്റ്, മമ്മിക്ക് 6 മാസത്തോളം റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ബിസിനസ് ഉള്ളത് മൊത്തം അടവരെല്ലാം പോയി, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പൈസ ഇല്ലാണ്ട അവസ്ഥയായി. അപ്പം ഞാൻ ഓട്ടോയ്ക്ക് എടുത്തിറങ്ങി. അന്നത്തെ ഫുഡും കഴിച്ചതൊക്കെ ഞാൻ ഓട്ടോ ഓടിക്കാം. പിന്നെ ഞാൻ സ്ഥിരമാക്കി. ശരിക്കും വീട്ടിലൊരു ബുദ്ധിമുട്ട് കൊണ്ടാണോ ഇങ്ങനെ ഓട്ടോ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നത്? അതെ അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അവസ്ഥയിൽ പോയി. ആ സമയത്ത് ഞാൻ ഓട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടനെ പഠിക്കാൻ വേണ്ടി, ചേട്ടൻ ബാംഗ്ലൂർ BCA വിത്ത് AI പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ലോൺ ഉണ്ടായിരുന്നു, ഒരു 5 ലക്ഷം. അത് പലിശയും കൂട്ടി 7 ആയി. പഠിക്കാനുള്ള സമയമൊക്കെ എങ്ങനെ കിട്ടും? ഞാൻ മെയിനായിട്ട് ഊബറാണ് പോവാറ്. അപ്പോൾ കുറച്ച് ടൈമൊക്കെ കുറച്ച് നമുക്ക് റെസ്റ്റ് എടുക്കാനും കിട്ടുമ്പോൾ ആ സമയത്തൊക്കെ ഇന്ന് പഠിക്കും. കൂട്ടുകാർക്ക് നേരത്തെ അറിയാമായിരുന്നു ഇങ്ങനെ ഓട്ടോ ഓടിക്കാൻ? ഇല്ല, കൂട്ടുകാർക്ക് ആർക്കും അറിയില്ലായിരുന്നു. നീ ഓട്ടോ ഓടിക്കണമായിരുന്നു, ഞങ്ങളുടെ അടുത്തൊക്കെ ഒന്നും പറയാറുന്നില്ലേ, ഞങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യില്ലേ, നീ എന്തായാലും ഓട്ടോ ഓടിക്കാൻ പോകണം എന്തിനാടിന്ന് ചോദിച്ചു. കാരണം ഞാൻ അത്ര ആക്റ്റീവായിരുന്നു ക്ലാസ്സിലൊക്കെ. ആരും ഓർത്തില്ല ഞാൻ ഓട്ടോ ഓടിക്കാൻ പോകുന്നു, അങ്ങനത്തെ സ്ഥിതി വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. 2K കിഡ്സിൽ ഈ ഇങ്ങനെ ഇപ്പോൾ കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ കാണാമല്ലോ, അങ്ങനെയുള്ള പിള്ളേരും ഉണ്ട്. അതല്ലാണ്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടി എന്നെ പോലെ ഇപ്പോൾ അധ്വാനിക്കുന്ന കുറേ പിള്ളേരുണ്ട്. 2K കിഡ്സ് എല്ലാവരും അങ്ങനെയല്ല. രാത്രി എന്തെങ്കിലും സേഫ്റ്റി ഇഷ്യൂസ്, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ അങ്ങനെ എന്തെങ്കിലും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഇന്നവരൊരു ഇത് ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ പെണ്ണുങ്ങളെ തന്നെ, ലേഡീസിനെ തന്നെ ഞാൻ കയറ്റാം. ഇതപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഓടിക്കുമ്പോൾ. അത് എനിക്ക് എക്സ്ട്രാ ടിപ്പൊക്കെ തരും. പിന്നെ നമുക്ക് എന്ത് സാഹചര്യത്തിൽ നമ്മുടെ ഹോപ്പ് വിടാണ്ട് നമ്മൾ പിടിച്ച് നിൽക്കുക. കാരണം നമ്മുടെ ലൈഫ് നമുക്കുള്ളതാണ്. നമ്മളത് ഏത് സിറ്റുവേഷൻ പോയാലും നമ്മൾ തരണം ചെയ്യണം. എത്രയായി? ഓൾ ദ ബെസ്റ്റ്. കാലചക്രം പ്രതിസന്ധികൾ സൃഷ്ടിച്ചപ്പോൾ ജീവിതചക്രം മുന്നോട്ട് നീക്കാൻ അവൾ ഒരോട്ടോയുമായി ഇറങ്ങി. അലീഷ പറഞ്ഞതുപോലെ തന്നെ ഒരു വഴി അടഞ്ഞാൽ 100 വഴികളുണ്ട്, പക്ഷേ അത് തേടി പോകണമെന്ന് മാത്രം. പ്രിയപ്പെട്ട അലീഷ, നിന്റെ ഉറ്റവർക്ക് മാത്രമല്ല, ഈ ലോകം മുഴുവനും നീ അഭിമാനമാണ്. ക്യാമറമാൻ വേണുവിനൊപ്പം സ്നേഹമോൾ ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. എന്തായാലും അലീഷ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. 2K കിഡ്സ് എല്ലാം പ്രശ്നമാണെന്ന് ഇപ്പോൾ നമുക്കറിയാലോ. എല്ലാ ദിവസവും വാർത്ത കൗമാരക്കാരുടെ തമ്മിലടി, കത്തിക്കുത്തൊക്കെ കാണുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ പിള്ളേരെല്ലാം മോശമെന്ന് പല രീതിയിലും വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ജീവിതത്തെ വളരെ ഗൗരവത്തോടെ കണ്ട് വീട്ടിലെ പ്രതിസന്ധികളെ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെയാണ് ജീവിതം ഒരു ലഹരിയാക്കി കണ്ട് മുന്നോട്ട് പോകുന്ന കുട്ടികളാണ്. അപ്പോൾ സ്നേഹ, അലീഷ വളരെ സന്തോഷകരമായ ജോലി ചെയ്യുന്നു. അത് അയ്യോ ഇങ്ങനൊരു അവസ്ഥ വന്നു എന്ന് കരുതി ഒരു നെഗറ്റീവ് അർത്ഥത്തിൽ എടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരാൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്നതാണ് ഏറ്റവും അഭിമാനമുള്ള കാര്യം. അപ്പോൾ ഒരുപാട് യാത്രകൾ നടത്തട്ടെ അലീഷ, അല്ലേ? നമുക്ക് ചുറ്റും ഇത്തരത്തിൽ ഒരുപാട് കുട്ടികളുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾ ഈ കൊച്ചിയിലൊക്കെ ഉണ്ട് എന്നറിഞ്ഞതിൽ നമുക്ക് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. അലീഷയെ ആദ്യം കാണുമ്പോൾ ഒരു കൊച്ചുകുട്ടി ആയിട്ടേ തോന്നുള്ളൂ. ഈ കൊച്ചുകുട്ടി എന്തിനാണ് ഈ ഒരു ഓട്ടോയുമായിട്ട് ഇറങ്ങുന്നതെന്ന് ആദ്യം നമുക്ക് തോന്നിപ്പോവാം. പക്ഷെ അങ്ങനെയല്ല. അലീഷയെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ്, കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ലൈസൻസ് എടുത്തത്. 18 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയാണ് അലീഷ. ഈ ഒരു ഓട്ടോ ഓടിക്കാൻ ഇറങ്ങുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ജീവിതത്തിൽ തനിക്ക് നേരിട്ട പ്രാരാബ്ദങ്ങൾ തന്നെയാണ്. അച്ഛനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അമ്മയ്ക്കും സുഖമില്ല, ന്യൂമോണിയൊക്കെ ആയിരുന്നു. അങ്ങനെ ജീവിതത്തിൽ കഷ്ടപ്പാടായപ്പോൾ അലീഷ പറയുന്നതനുസരിച്ച് വളരെ ബുദ്ധിമുട്ടി. ആ സമയത്തായിരുന്നു, ഒന്നും നോക്കിയില്ല, ഒരു ഓട്ടോ എടുത്ത് താൻ ഇറങ്ങി എന്നാണ് പറയുന്നത്. സ്കൂൾ വിട്ട് കഴിഞ്ഞുള്ള സമയം ഏകദേശം 5:30 മണി തൊട്ട് രാത്രി 10:30 വരെയാണ് അലീഷ ഓട്ടം ഓടുന്നത്. ഊബർ ഓട്ടോയാണ് ഓടുന്നത്. തന്നാൽ കഴിയും വിധം ഈ ഓട്ടം ഓടി വീട്ടിൽ തന്നാൽ കഴിയുന്ന, അല്ലെങ്കിൽ ഈ ഊബർ ഓടി കിട്ടുന്ന പൈസ വീട്ടിൽ ഏൽപ്പിക്കാനായിട്ടാണ് അലീഷയ്ക്ക് ഏറെ താല്പര്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ
2K കിഡ്സ് എന്നൊക്കെ നമ്മൾ ഈ അടുത്ത കാലങ്ങളായിട്ട് കുറേ കേൾക്കുന്നതാണ്. ഈ അടുത്തിടെ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളിലൊക്കെ 2K കിഡ്സ് പങ്കാളികളാകുന്നു. ഈ 2K കിഡ്സിനെ കൊണ്ട് ധാരാളം ഈ പരിഹാസങ്ങളൊക്കെ നിറഞ്ഞ കമൻസുകളും ഒക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെയും കാണുന്നതാണ്. അലീഷ പറയുന്നതനുസരിച്ച് എല്ലാവരെയും ജനറലൈസ് ചെയ്ത് പറയേണ്ട കാര്യമില്ല. ഇത്തരത്തിലുള്ള 2K കിഡ്സും നമ്മുടെ കൂടെയുണ്ട്. അവരെയും നമ്മൾ കാണാതെ പോകരുത്. അലീഷയെ പോലുള്ള കുട്ടികളാകട്ടെ അല്ലേ മാതൃകയായി വരേണ്ടത്, അവരെ കുറിച്ചാകട്ടെ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്.